മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ എന്തെങ്കിലും തൊടുമ്പോഴേക്ക് ഹീറ്റ് ആവുക എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഹീറ്റ് ആവുന്ന പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ ഷോപ്പിലേക്ക് ഓടുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 2-3 സെറ്റിംഗ്സ് ഒന്ന് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നമ്മൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്കാണെങ്കിൽ ഫോൺ ജസ്റ്റ് ഒരു ഭാഗത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുന്ന പ്രശ്നം വരും. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മൊബൈലിലെ ബാറ്ററിയും കുറഞ്ഞു പോകുന്ന പ്രശ്നം വരും. അങ്ങനെയുള്ള ആളുകൾക്ക് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് സെറ്റിംഗ്സിനുള്ളിലാണുള്ളത്, രണ്ടാമത് നമുക്ക് ഗൂഗിൾ ക്രോമിലാണ്. അപ്പൊ രണ്ടാമത്തെ സെറ്റിംഗ്സ് അടിപൊളിയാണ്. ഞാൻ അതിന് മുൻപ് ഞാൻ ആദ്യം ഗൂഗിൾ ക്രോമിലുള്ള ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ, ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ 3 ഡോട്ട്സ് കാണുന്നില്ലേ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സിലാണ് നമുക്ക് ഈ ഗൂഗിൾ ക്രോമിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി കാണാൻ സാധിക്കും. അതിൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക, മെല്ലെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. ഈ സെറ്റിംഗ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അവിടെ നമുക്ക് സൈറ്റ് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സൈറ്റ് സെറ്റിംഗ്സ്, ആ സൈറ്റ് സെറ്റിംഗ്സിലാണ് നമുക്ക് എല്ലാ പെർമിഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ നമുക്ക് ഏറ്റവും മുകളിൽ നോക്കിയാൽ ഓൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾ സൈറ്റ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഏതെല്ലാം വെബ്സൈറ്റുകളും സൈറ്റുകളിലൊക്കെ പോകുന്നുണ്ടോ അതിലുള്ള എല്ലാ വിധത്തിലുള്ള കുക്കീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ വേസ്റ്റുകൾ മുഴുവൻ ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ വളരെയധികം ഹീറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കണ്ടില്ലേ, ഇതിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കൂ, എത്രയധികം വേസ്റ്റ് ആണ് ഇവിടെ വന്ന് കിടക്കുന്നതിൽ, ഇത്രയും കുക്കീസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് കണ്ടില്ല, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിലീറ്റ് ഐക്കൺ കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ ഡിലീറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യണമെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് വെച്ച ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈൻ ഔട്ട് ആയി പോയി എന്ന് പറയുന്നുണ്ട്. അതേമാതിരി ഓഫ്ലൈൻ ഡാറ്റയും പോയി പോകുന്നു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും കുക്കീസ്, നിങ്ങളുടെ ഇതിൽ കിടക്കുന്ന കുക്കീസ് മൊത്തം ഡിലീറ്റ് ആയിട്ട് പോകും. ഓൾ കുക്കീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സെറ്റിംഗ്, അത് അടിപൊളി സെറ്റിംഗ്സ് ആണ്. അതായത് നമുക്ക് ഒന്ന് ബാക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഡാറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഡാറ്റ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല സൈറ്റുകളിലും കയറി എല്ലാവിധ ഡാറ്റകളും കാര്യങ്ങളും മൊത്തം ഇവിടെ അടിഞ്ഞു കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ സ്റ്റോറേജും പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോൺ വളരെയധികം ഹീറ്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ ഓരോ സൈറ്റിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഡംപായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറ്റവും താഴെ നമുക്ക് ഓരോന്നോരോന്ന് ഡിലീറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, അവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പക്ഷെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇതേപോലെ പറയുന്നുണ്ട്, ഇവിടെ 22 MB നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളെ ഫോൺ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും, നോക്കി നോക്കുക.